welcome back to my channel Hamdam Vlogs. Guys, അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. പെട്ടെന്ന് തോന്നിയപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ 5:30 ആ ടൈമിലൊക്കെ ഞങ്ങൾ ഇറങ്ങി. ഇപ്പം ഞങ്ങളിത് പളനിയുടെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് ചായയും മടയും മടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഫാമിലിയും പിന്നെ മൂതാപ്പാടെ ഫാമിലിയും കൂടിയിട്ടാണ് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് പോകുന്നത്. ആ കാണുന്ന ഗ്രേ വണ്ടിയാണ് ഞങ്ങളുടെ മൂതാപ്പാടെ വണ്ടി. പ്രിൻസസ് ഹിൽ കൊടൈക്കനാൽ വെൽക്കംസ് യു. അപ്പോൾ ഞങ്ങളിതാ കൊടൈക്കനാൽ ചുരം കയറിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു 60 കിലോമീറ്റർ ചുരം കയറാനുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ചുരം കയറി ലാസ്റ്റ് പകുതി എത്തിയിട്ടുണ്ട്. ഞങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ്. ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് കൊടൈക്കനാലെത്തി. കയറ്റത്ത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിന്നിട്ട് ബ്ലോക്ക് ആയിട്ട് ക്ലച്ച് പിടിച്ച് ക്ലച്ചിൻ്റെ ഇത് കരിഞ്ഞു. അപ്പോൾ ഞങ്ങളിത് അവിടെ വണ്ടി ഒതുക്കിയിട്ടേക്കാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കൂടി പോവുകയാണ്. നല്ല കോടമഞ്ഞുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ കൊടൈക്കനാലിലേക്ക് എത്തി. ഞങ്ങൾ കൊടൈക്കനാലിൽ ഓരോ കയറ്റമൊക്കെ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇത്യാസമൊക്കെ കയറുന്ന വണ്ടിയാണ്. പക്ഷെ കയറിയിട്ടൊരു മണം നോക്കിയപ്പോൾ ഉണ്ടാവും. കത്തല്ല, ഫുള്ള് പുക വരികയാണ് ചെയ്യുന്നു. വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് 1 മണിക്കൂർ വരെ അങ്ങനെ നിന്ന്. ഞങ്ങൾക്ക് പിന്നെ പോരാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് അടിച്ചിട്ട് വന്നു. ഈ സമയത്തൊന്നും വീടെടുത്തില്ല ഞങ്ങൾ മേടിച്ചിട്ട്. ഞങ്ങളുടെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് റൂം തപ്പി നടന്നു. റൂം തപ്പിയിട്ട് കുറേ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കേസ് ഹോട്ടലിൽ പറഞ്ഞിട്ടുള്ളൊരു റൂമാണ് ഇപ്പോൾ കിട്ടിയത്. അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന റൂം. ഞങ്ങൾ അവിടുന്ന് പോകുന്നത് തന്നെ 5 മണി 5:30 ആകുമ്പോഴാണ്. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ഇവിടുന്ന് തമിഴ്നാട് കഴിയണ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ കൊടൈക്കനാലിലേക്ക് വരുന്നൊരു ചുരമുണ്ട്. ചുരത്തിപ്പോൾ കയറിയപ്പോഴാണ് ഒരു പണി കിട്ടിയത്. കുറച്ചൊക്കെ കയറി, സിമ്പിളായിട്ട് കയറി. പിന്നെയാണ് ആറ്റം വരെ ട്രാഫിക്. ഞങ്ങളവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടാവും ഇളകാണ്ട്. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയത് ഞങ്ങൾ 7:30 ആകുമ്പോൾ. ഞങ്ങൾക്ക് ഇന്ന് എവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ ലേക്കൊക്കെ ഉണ്ട്. അതൊക്കെ നാളെ രാവിലെ കണ്ടോ അപ്പം തന്നെ സ്കൂട്ടാവാന്ന് വിചാരിക്കുന്നത്. ഇവിടെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ വീക്കെൻഡ് അല്ലേ, അതുകൊണ്ട് ഫുള്ള് ആൾക്കാരൊക്കെ അങ്ങനെ വന്നിട്ട് ചില്ല് ചെയ്യാവില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും എവിടെയും കറങ്ങാനൊന്നും പറ്റില്ല. ഫുള്ള് തിരക്കാം. ഫുള്ള് ഇവിടെ തൊട്ടിപ്പോൾ അറ്റം വരെ ട്രാഫിക് ആവും. അപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ്. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ബാക്കി വിശേഷം നമ്മൾക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോവുകയാണ് സ്ഥലങ്ങളൊക്കെ കാണാൻ. നമുക്ക് ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളിത് കൊടൈക്കനാൽ ലേക്സിലെത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എവിടെ പിള്ളേരാണ്? കൊടൈക്കനാൽ ലേക്ക്. ഞാൻ ഒന്നുകൂടി സൂപ്പർ തന്നോ? എങ്ങനെയുണ്ട് ഗൈസ്? യോ അയ്യോ, കുതിരപ്പുറത്തൊക്കെ കയറി സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങളിതാ ഈ പോത്തിൽ കയറാൻ പോയിട്ട് തുഴയണം.
ഹംദാൻ അപ്പൊ ഗൈസ് അതിട്ട് ഞങ്ങള് ഗെയിം സെന്ററിലൊക്കെ കയറി. ഞങ്ങളിവിടെ കുറെ നേരം കളിച്ചു. അപ്പൊ ഞങ്ങളെന്താ ഗെയിമിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങള് പോകുന്ന 70 സിനിമ, പിന്നെ ഇൻഫിനിറ്റി റൂം, ഹൊറർ ഗെയിം അങ്ങനെ എന്തൊക്കെയാണ്. എങ്ങട്ടാ എല്ലായിടത്തേക്കും ഉണ്ടല്ലോ. എടുക്കടാ ഇത് നമ്മളല്ല ഇതിൽ കണ്ട് എവിടെ എന്ത് സംഭവം പറഞ്ഞേ. ഞങ്ങളിത് 70 സിനിമ കണ്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പോടാ അവിടുന്ന്. എന്തായാലും ഉണ്ടാവും മോനെ. ഇന്നലൊക്കെ എവിടുന്നേലും സൈഡിൽ നിന്നൊക്കെ കിട്ടാ. നിങ്ങളെന്താ കളിക്കാ? ഒരു പേടി വരൂട്ടാ. ഇല്ല നടക്ക്. ഗൈസ് ഇൻഫിനിറ്റി റൂമും മിറർ റൂമും ഒക്കെ നല്ല രസമായിരുന്നു. മിറർ റൂം നല്ല ടാസ്ക് ആയിരുന്നു. ഹൊറർ റൂം ഒരു കാര്യമില്ല, നല്ല കോമഡി ആയിരുന്നു. ബ്ലോക്ക് കണ്ടില്ലേ ഗൈസ്? ഒന്നും കാണാൻ പറ്റാത്ത കാരണം ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പൊ ഞങ്ങൾ കൊടൈച്ചുരം ഇറങ്ങാൻ പോവുകയാണ്. ഗൈസ് കൊടൈച്ചുരം ഇറങ്ങുമ്പോഴുള്ള വ്യൂ കണ്ട ഗൈസ്. ഗൈസ് നല്ല നല്ല ഹെയർ പിൻസ് ആണ് ഈ കൊടൈക്കനാൽ ചുരത്തിലുള്ളത്. ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആവും. ഗൈസ് അപ്പൊ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങി വന്നു. ഇനി ഞങ്ങൾ ബാക്ക് ടു ഹോം. ഗൈസ് അപ്പൊ ഞങ്ങൾ കൊടൈക്കനാലൊക്കെ കഴിഞ്ഞ് തമിഴ്നാടൊക്കെ കഴിഞ്ഞ് കുന്നംകുളത്തേക്ക് എത്തിക്കുകയാണ്. ഞങ്ങൾക്കപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പം ഗൈസ് അപ്പം ഞങ്ങളിതാ കൊടൈക്കനാലിലൊക്കെ പോയി. അവിടെ ഞങ്ങൾ അവിടുത്തെ ലേക്കിലും പിന്നെ അവിടെ
കുറച്ച് ഗെയിം സോണൊക്കെ ഉണ്ടായിരുന്നു, അതിലാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ബാക്കിയുള്ള പിന്നെ മൈൻ ഫോറസ്റ്റും പിന്നെ ഗൂണ കേവിലൊന്നും ഞങ്ങൾ കയറിയില്ല, കാരണം അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു. അവിടെ നിന്നാൽ വണ്ടി പുകയും, പിന്നെ ക്ലച്ച് പിടിച്ചിട്ടുണ്ടേ കയറ്റത്ത് നിൽക്കുമ്പോൾ വണ്ടി പുകയും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചുരമൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വീണ്ടും എന്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.